ഞാൻ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആൻറ്റർപ്രണേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സീറോ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസോർഷ്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ബിസിനസ് കൺസോർഷ്യം. മനസ്സിൽ ആശയങ്ങളായിട്ട് ഒരുപാട് ആശയങ്ങളും മനസ്സിൽ ഐഡിയാസൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അവരെ ആശയങ്ങളായിട്ട് ഇനി പുറത്തേക്ക് അവർ കൊണ്ടുവരാതെ അവർ മനസ്സിൽ തന്നെ ഇട്ടുകൊണ്ട് നടക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, പല സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അത് പറ്റാറില്ല. അപ്പോൾ അതിനെ നമ്മളതിനെ മുമ്പോട്ട് കൊണ്ടുവന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ ആയിട്ട് അത് സംസാരിച്ച് അതുപോലെ തന്നെ വളരെ നല്ല മെൻറ്റർഷിപ്പൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ആയിട്ട് അത് കണക്ട് ചെയ്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള പ്രധാനമായിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ ഞാൻ ആഡ്സൺ സ്റ്റോർ എന്ന് പറയുന്നത് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സ്, ചിലത് വീടുകളിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട്, ചെറിയ യൂണിറ്റ്സിൽ മൈക്രോ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊഡക്ട്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് ഇൻ്റർനാഷണലി ട്രേഡ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ആഡ്സൺ സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആഡ്സൺസ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചെറിയ ബ്രാൻഡുകളായിട്ട് മൂവി സ്റ്റാർസ് അതുപോലെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ കണക്ട് ചെയ്ത് അവരുടെ ബ്രാൻഡുകളെ B2C പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആഡ്സൺസ് ക്ലിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മീഡിയയിൽ തന്നെ മീഡിയാസിൻ്റെ തന്നെ പ്രൊമോഷൻസൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റും. അതിനകത്ത് അപ്കമിങ് മോഡൽസിനെയും അതേപോലെ തന്നെ ഈ ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ മുന്നോട്ട് വരുന്ന രീതിയിലൊക്കെ അതിനെ ഇനി മുമ്പോട്ട് ഒരുപാട് അതിനകത്ത് ഇൻസൈഡ് പ്ലാനുകളുണ്ട്. അപ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ആൻറ്റർപ്രണേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് തുടങ്ങി. ഇനി ലോഞ്ചിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഡേറ്റൊക്കെ റീസെൻ്റ്ലി തന്നെ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കണ്ട കുറച്ച് ആൻറ്റർപ്രണേഴ്സിലൊക്കെ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇത് ഇപ്പോഴത്തെ സമൂഹത്തിൽ പോലും വളരെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി 1990s തന്നെ അവർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ടും അവർക്കത് പറ്റിയിട്ടില്ല. അത് അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ, അതായത് നമുക്കറിയാലോ, നമ്മളൊരു ടിപ്പിക്കൽ മലയാളി എന്നുള്ള നിലയിൽ നമുക്കറിയാം, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ താഴത്തുള്ള ആളുകളുടെയൊക്കെ കാര്യങ്ങൾ നോക്കി, പിന്നെ നമ്മൾ വളരുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി, പിന്നെ ഒരു വീട് കെട്ടി, പിന്നെ കഴിഞ്ഞു, പിന്നെ ഇറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. അവിടെ പിന്നെ അവർ ഫിനാൻഷ്യലി എല്ലാം കൊണ്ടും മുറിഞ്ഞാണ് ജീവിക്കുന്നത്. ലൈഫിൽ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ഫോർ എക്സാമ്പിൾ എൻ്റെ മനസ്സിൽ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു ഫാമിലി, അതേപോലെ തന്നെ നല്ല കുട്ടികളൊക്കെ ആയിട്ട് വന്ന് വളർന്ന ഒരാളുകളെ എൻ്റെ മനസ്സിൽ സക്സസ്ഫുൾ. ഒരുപാട് പൈസയൊന്നും ആയിട്ടും അതിനകത്ത് കാര്യമില്ല. അപ്പോൾ അദ്ദേഹം ആ ഒരു ലൈനിൽ വളരെ സക്സസ്ഫുൾ ആണ്. ഞാൻ കണ്ടൊരു ഒരു ആൻറ്റർപ്രണറിൻ്റെ കാര്യം പറയുകയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഇപ്പോഴും നിങ്ങളത് മനസ്സിലിട്ടുകൊണ്ട് കൊടുക്കുന്നത് എന്തുകൊണ്ട്? അപ്പം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അത് ഷെയർ ചെയ്താൽ അത് റൈറ്റ് പേഴ്സണോടാണോ ഷെയർ ചെയ്യണമെന്ന് അറിയില്ല. അത് ചിലപ്പം അതിൻ്റെ കോപ്പീസ് പോകാൻ സാധ്യതയുണ്ട്. അതിന് മാർക്കറ്റിലേക്ക് അത് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടെ അല്ലാതെ അത് പോകാനുള്ള സാധ്യതകളുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഇതേപോലെ തന്നെ ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു അങ്ങനെ വേണ്ട, നമുക്കതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ നോക്കാം. പല ഐഡിയാസും കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതായത് ഹൈഡ്രജൻ ഉപയോഗിച്ച് എൻജിൻ റൺ ചെയ്യുക, എനർജി ഉപയോഗിച്ച് തന്നെ മെഷീൻസ് റൺ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം 1990s തന്നെ ചെയ്ത് അതിൻ്റെ പ്രോട്ടോടൈപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും? ഓക്കെ, അതുകൂടാണ്ട് തന്നെ ചില എൻ്റർപ്രണേഴ്സിന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ, ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സിൽ ഇപ്പമുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. പിന്നെ സ്പോർട്സിൽ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ആളുകളൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് അവരെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് കുറേ കാലങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റൈറ്റ് പേഴ്സണായിട്ട് ഇത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി പുറത്തുള്ള കാണുന്ന ആളുകളോട് പറയുന്നത്, നിങ്ങളങ്ങനെ എന്തെങ്കിലും മനസ്സിൽ ആശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിചാരിക്കേണ്ട ഈ ഐഡിയാസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോയി അങ്ങനെയല്ല അതിനെ ചിന്തിക്കേണ്ടത്. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഒരു റൈറ്റ് പേഴ്സണോട് സംസാരിക്കുക. ഇനിയിപ്പോൾ ഞാനല്ലാതെ ബിസിനസ് കൺസൾട്ടൻറ്റുകൾ ഇഷ്ടംപോലെ നാട്ടുകളിലുണ്ട്. അവരായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അവരായിട്ട് സംസാരിച്ചിട്ട് അത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരായിട്ട് സംസാരിച്ചോളൂ. കാരണം ഒരു ഐഡിയ നമ്മൾ ഷെയർ ചെയ്യുമ്പം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഏതെങ്കിലും തരത്തിൽ ആ ഒരു ഫീഡ്ബാക്ക് തരുന്ന ഒരാളായിട്ടായിരിക്കും അത് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകളോട് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ നിനക്ക് ഭ്രാന്തുണ്ടാ, നിനക്ക് തോന്നുന്നുണ്ടാ. ഫസ്റ്റ് തിങ് പറയാൻ പോകുന്നത്, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നാട്ടിലുണ്ടല്ലോ എന്നാണ് പറയുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ ഒരു കാർ കമ്പനിയുള്ളോ, ഒരു ഫ്രിഡ്ജ് കമ്പനിയുള്ളോ, ഒരു TV കമ്പനിയുള്ളോ? വി ഹാവ് ടു മേക്ക് സ്പേസ് ഇൻ ദി മാർക്കറ്റ്. അതാണ് ചലഞ്ച്. ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആ മാർക്കറ്റിൽ ഒരു സ്പേസ് കണ്ടെത്തുക എന്നുള്ളതാണ് അവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള കാര്യം.
അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുക, നിങ്ങളുടെ ഐഡിയാസിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുക എന്നാണ് പറയുക. കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ആണെന്ന് പറയാൻ പറ്റില്ല. ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യലി അതിന് നമുക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ. എല്ലാവരുടെയും മനസ്സിൽ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നതും അവർ ഫിനാൻസ് കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നതല്ല, അല്ലേ? ഇപ്പോൾ ഒരാൾ ഒരു വിഷൻ കാണുന്നത് അയാൾക്ക് ഫിനാൻഷ്യലി ഒരു ഒരു നല്ല റിട്ടേൺ കിട്ടുന്നതും കൂടെ സ്വപ്നം കണ്ടിട്ടാണ് അത് ചെയ്യുന്നത്. ചിലവർക്ക് അതൊരു പാഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പൈസയേക്കാൾ ഉപരി ഒരു പാഷനാണ്. മനസ്സിലായി? ബിസിനസ് ചെയ്യുന്നതും ബിസിനസ്സിനെ ഒരുപാട് മേഖലകളിലേക്ക് എത്തുന്നതും ഒക്കെ എൻ്റെ ഒരു പാഷനാണ്. അത് ഞാൻ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് പക്ഷേ എൻ്റെ മാർഗത്തിൽ പോകുമ്പോൾ സക്സസ്ഫുള്ളായി മാറും. അതിൻ്റെ സിസ്റ്റം റെഡിയാക്കാൻ നമുക്ക് കുറേ സമയങ്ങളെടുക്കും. അതങ്ങനെയാണ്. അപ്പം ഈ മാർക്കറ്റിംഗ് ടൂളെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പാഷൻസ് ഉള്ള ആളുകളും അതുപോലെ തന്നെ അവർക്ക് ഒരു ലൈഫിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പും ഒക്കെ വേണം, അല്ലേ? അപ്പോൾ ഇത് ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പം ചിലപ്പോൾ എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അതിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങൾ പറ്റുന്ന രീതിയിൽ അത് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് നല്ല രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഐഡിയ ചെറിയൊരു നമ്മൾ പറയില്ല, ചെറിയ ഒരു സ്പാനറിങ് എടുക്കുക എന്ന് പറയില്ല, ചെറിയ സ്പാനറിങ് എടുക്കുക. ആ സ്പാനറിങ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര ഒരു കൺവേർഷനായിരിക്കും. നിങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തൊരു കൺവേർഷനായിരിക്കും. പല ഐഡിയാസും അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ സ്പാനറോ എടുത്ത് അതൊന്ന് ഒരു ചെറിയൊരു ടേൺ ചെയ്യുമ്പോഴത്തേക്കും അത് വേറൊരു തരത്തിലേക്കാണ് അത് മാറുന്നത്. സോ അങ്ങനെയുള്ള ആളുകളായിട്ട് ഇത് സംസാരിക്കാൻ ശ്രമിക്കുക. ഓഫ് കോഴ്സ് നിങ്ങൾ ഐഡിയാസ് ഷെയർ ചെയ്യുക. ഞാനായിട്ട് സംസാരിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾ ഞാനായിട്ടൊരു ടൈം ഫിക്സ് ചെയ്യാം. ഓൺ വീഡിയോ നമുക്ക് സംസാരിക്കാം. എല്ലാവരുടെയും എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ സംസാരിക്കാം. വീഡിയോസ് ഞാൻ ഒരുപാട് രാജ്യത്തിൽ ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കാറുണ്ട്. എപ്പോഴും നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യം ഓൺലൈൻ മെത്തേഡാണ്. സോ അങ്ങനെ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മളായിട്ട് സംസാരിക്കാം. നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിന് പ്രത്യേക രീതിയുണ്ട്. അല്ലാണ്ട് നിങ്ങളത് വെർബലി പറഞ്ഞിട്ട് അങ്ങനെയല്ല അത് അവസാനിപ്പിക്കുക. ആ സിസ്റ്റം ഞാനായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒഫീഷ്യൽ മെയിലിലേക്ക് അത് അയയ്ക്കുക. അതിന് പ്രൊജക്ഷനോ ഒന്നും നിങ്ങളിപ്പോൾ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്താണ് ഈ മാർക്കറ്റിൽ ഇപ്പം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് നിന്ന് നിങ്ങൾക്കിത് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റർ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മുമ്പോട്ട് പോകണം, ഇത് എങ്ങനെയാണിത് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കഷൻസ് ആണ്. അല്ലാതെ എല്ലാത്തിനും എനിക്ക് സൊല്യൂഷൻസ് തരാൻ പറ്റുന്നില്ല. ബട്ട് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പം അത് വലിയ രീതിയിലേക്ക് അത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും നമ്മളായിട്ട് നേരിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും മനസ്സിലൊന്നും വയ്ക്കേണ്ട. ഐഡിയാസ് എപ്പോഴും മറ്റുള്ളവരോട് പറയാം. ഇനി എന്നോട് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരോട് പറയൂ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന സംഭവമാണത്. കാരണം നിങ്ങൾ ഈ യൂണിവേഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോരുത്തർക്കും ഓരോ ജോലി അസൈൻഡ് ആണ്. മനസ്സിലായോ? അത് താങ്കൾ ചെയ്തില്ലെങ്കിൽ അത് വേറൊരാൾ ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഞാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യമാണല്ലോ എന്ന് വേറൊരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുള്ളത്. മനസ്സിലായോ? ഇത് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യമാണല്ലോ എന്ന് വേറെ ഒരാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആ തോട്ട് വന്നത്. അതങ്ങനെയാണ്. അത് എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അത് എൻ്റെ പോലെ തന്നെ ഒരുപാട് പേർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ മനസ്സിൽ ആശങ്കകളിട്ട് കിടക്കണ്ട. നമുക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓഫ് കോഴ്സ് ഇത് ഫ്രീ അല്ല. പേയ്മെൻറ്റ്സോ അങ്ങനെയൊന്നും നമ്മൾ അപ്ഫ്രണ്ട് ചോദിക്കുന്നില്ല. ഇതെങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഷെയർസ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കുഴപ്പമില്ല കേട്ടോ. മനസ്സിലായോ? അത് ഒരു ബർഡനായിട്ട് നിങ്ങൾക്ക് വരത്തില്ല. അങ്ങനെയല്ല. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ഫിനാൻസ് ടേംസ് ഒന്നും അങ്ങനെയൊന്നും വരുന്നില്ല. ഈക്വൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇൻവെസ്റ്റേഴ്സ് വരുമ്പം അവർക്കുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.